ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഒരു ലോങ് വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ പേര് പറയേണ്ട ചേച്ചി എന്താ ലോങ് വീഡിയോ ഇടാത്തതെന്ന്. അത് കുറച്ച് സാങ്കേതിക തിരക്കുകൾ മൂലം പിന്നെ ഉണ്ണികൾക്ക് വയ്യാതിരിക്കുന്ന മൂലം കുറച്ച് ഷോർട്സിലേക്ക് അങ്ങോട്ട് മൂവ് ആയതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവാണ് ഗൈസ്. നമ്മൾ എൻ്റെ ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്, ചേച്ചിമാരുടെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ അവിടെ രണ്ടുപേരും നാട്ടിൽ സ്റ്റേ ആയിട്ടുണ്ട്. ഉണ്ണികളുടെ ഐ ചെക്കപ്പ് ആദ്യം ട്രിച്ചിയിലത്തെ അരവിന്ദിലായിരുന്നു, നമ്മളത് കോയമ്പത്തൂർക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഭാഗത്തിൽ നമ്മുടെ ചേച്ചിമാരും കോയമ്പത്തൂർക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, അവരും ട്രിച്ചിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയിട്ട് നാളെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പിറ്റേ ദിവസം ഈവനിങ് ആകുമ്പോൾ തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 3.5 മണിക്കൂർ മതിയാവും. പിന്നെ നമ്മൾ എന്തെങ്കിലും നിർത്തിയൊക്കെ പോവുകയാണെങ്കിൽ ഒരു മാക്സിമം 4-4.5 മണിക്കൂർ അപ്പം നമുക്ക് വേഗം എത്താവുന്നൊരു ഇടത്തേക്കാണ്. അപ്പം ഞങ്ങളിതേ ഒരു 9:30 ആകുമ്പോൾ ഇറങ്ങുന്നതാണ് വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ എണീറ്റും പിള്ളേരൊന്നും ഏൽപ്പിച്ചിട്ടില്ല, ചായയൊക്കെ കൊടുക്കണം. ഇവരൊക്കെ വയ്യാതൊക്കെ ഇരിക്കുകയായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് മാറട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര വെയിറ്റ് ചെയ്തത്. ആക്ച്വലി ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത് പോകേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊന്നും ഇങ്ങോട്ട് നീങ്ങി കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ 3 മന്ത് അല്ലെങ്കിൽ 4 മന്ത് കൂടുമ്പോൾ ചെല്ലാൻ വേണ്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് ടൈമാണ് പോണത്, കോയമ്പത്തൂരിലത്തെ. അപ്പം ഞങ്ങൾ പോണ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അഗാരോയുടെ സൂപ്രി ഹൈ പ്രഷർ വാഷറാണ്. ഇത് 1800 വാട്ട്സിൻ്റെ മോട്ടറിലാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന ആക്സസറീസ് ആണ് ടാപ്പ് കണക്ടർ, ഇൻലെറ്റ് കണക്ടർ, ഇൻലെറ്റ് ഫിൽറ്റർ, 350 ml ഫോം ബോട്ടിലും കൂടി വരുന്നുണ്ട്. ഇത് ബക്കറ്റ് ഫിൽറ്റർ ആട്ടോ. പിന്നെ സ്പ്രേ ഗണ്ണ് ആൻഡ് നോസിൽ, എക്സ്റ്റൻഷൻ റോഡ് വരുന്നുണ്ട്, 3 മീറ്ററിൻ്റെ ഇൻലെറ്റ് ഹോസ് വരുന്നുണ്ട്, 8 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസ് വരുന്നുണ്ട്, പവർ കേബിൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണം നോക്കട്ടെ. ഇൻലെറ്റ് ഹോസിൻ്റെ ഒരു സൈഡിലായിട്ട് ഇൻലെറ്റ് കണക്ടർ കണക്ട് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടുണ്ടെങ്കിൽ ടാപ്പ് കണക്ടർ ഫിറ്റ് ചെയ്യുക. കണക്ടർ പൈപ്പുമ്പോൾ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് സ്പ്രേ ഗണ്ണുമ്പോൾ ഔട്ട്ലെറ്റ് ഹോസ് കണക്ട് ചെയ്യട്ടോ. ഇത് കണക്ട് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഈ ബ്ലാക്ക് ആയിട്ടുള്ള ത്രെഡ് വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം റെഡിയായി. സ്പ്രേ നോസിൽ ഉരി മാറ്റിയിട്ട് എക്സ്റ്റൻഷൻ റോഡ് കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലായിട്ട് സ്പ്രേ നോസിൽ കണക്ട് ചെയ്യുക. ഇങ്ങനെ സ്പ്രേ നോസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെക്കിലുള്ള 350 ml ഫോം ബോട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ഗൺ അങ്ങോട്ട് സെറ്റ് ആയി കഴിഞ്ഞിട്ടാണ്. അടുത്തത് മോട്ടറിൽ ഇൻലെറ്റ് ഫിൽറ്റർ കണക്ട് ചെയ്യണം. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇൻലെറ്റ് കണക്ടർ എടുത്തിട്ട് നേരെ പ്ലഗ് ചെയ്താൽ ഒരു ടിക്നൊരു സൗണ്ട് കേൾക്കാണ്ട് ഇത് കണക്ട് ആകുമ്പോൾ തന്നെ ഇത് ഈ കാണുന്നുണ്ട് ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. അഡ്ജസ്റ്റബിൾ സ്പ്രേ നോസിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ 3 മോഡിൽ ഇതിന്റെ വെള്ളത്തിന്റെ സ്പീഡ് സെറ്റ് ചെയ്യുക. ഹൈ സ്പീഡ്, മീഡിയം സ്പീഡ്, ലോ സ്പീഡ്. ഇതിന്റെ ഒരു ഫോഴ്സ് നോക്കി ഞാൻ ഇവിടെ ലോങ്ങിൽ നിന്ന് അടിച്ചിട്ട് ചെടിയിൽ അവിടേക്കാണ് തെറിക്കുന്നത് കേട്ടോ. ഇതാണ് പ്രഷർ ഗേജ് കാണിക്കുന്ന ഒരു മീറ്ററും കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് കംപ്ലീറ്റ് വണ്ടി നനച്ച് കഴിഞ്ഞതിന് ശേഷം ഫോം ബോർഡിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ സർവീസ് സെന്ററിലൊക്കെ കിട്ടുന്ന മാതിരിയുള്ള അതേ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി വാഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നോക്കി ഇത്ര നന്നായിട്ടാണ് പത വരുന്നത്. അതിനുശേഷം നമുക്ക് നോർമലി സ്പീഡിൽ ഇട്ടിട്ട് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കളയുക. അടിപൊളിയായിട്ട് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മീഡിയത്തിൽ ഇട്ടിട്ടാണ് ഫ്രണ്ട് സൈഡൊക്കെ ക്ലീൻ ചെയ്യുന്നത്. കാരണം ഇവിടെയൊക്കെ ഇതിൻ്റെ വണ്ടിയുടേതായിട്ടുള്ള ഫിൽറ്ററും കാര്യങ്ങളും വരുന്നതിന് അധികം ഫോഴ്സിൽ അടിക്കാൻ പാടില്ല. അതുമാത്രമല്ല വീടിൻ്റെ തറയിൽ വരുന്ന അഴുക്കുകൾ, ടൈലിൽ വരുന്ന അഴുക്കുകളൊക്കെ ഫസ്റ്റത്തെ വാഷിൽ തന്നെ അതൊക്കെ ഇത് ക്ലീൻ ആയി കാണാം. അടിപൊളി ഫോഴ്സ് അതിൻ്റെ പേരിൽ ഒറ്റ വാഷിൽ തന്നെ ഇതൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഗാരോയുടെ സൂപ്രി ഹൈ പ്രഷർ വാഷർ അടിപൊളിയാണ്. ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്ക്, എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, തുടർന്ന് നമ്മുടെ വീഡിയോ കാണാം. കുറെ നേരത്തെ മുന്നേ റെഡി ആയതായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ സമയം 9:30 ആണ്. 9:30 ഇറങ്ങാന്ന് വിചാരിച്ച ഞങ്ങളായിരുന്നു. കൂടെ വല്യമ്മയും വലിയച്ഛനും ഉണ്ട്, അതായത് ചേച്ചിമാര് അമ്മയും അച്ഛനും ഉണ്ട്. അപ്പൊ അവരിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. അതേപോലെ തന്നെ അവർ ഇവിടെ നാട്ടിൽ നിൽക്കാറുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരണങ്ങൾ വേണ്ടതില്ല, കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും എന്താണ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങുകയാണ്. ബാക്കിൽ കുറേ പെട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ഒരു പെട്ടിൻ്റെ നികൾച്ചാൻ്റെ ഒരു ബാഗ് ഉണ്ട്, കുറച്ച് വീഡിയോ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അങ്ങനെ രണ്ടുപേരും നല്ല വാശിയിലാണ്. അതിന് വേണ്ട അല്ലു വേണ്ട, അതായത് ഒരുമിച്ചിരിക്കുക അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാളെ താഴ്ത്തിടാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2 അമ്മ മക്കളല്ലേ, ഇങ്ങനെ വാശി പിടിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനും നിഖിൽ ചേട്ടനും എന്തിനാണ് പിന്നെ തല്ലിയത്? മറ്റേ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലല്ലേ എനിക്ക്, ഒരു അങ്ങാടി തോറ്റ അമ്മേനെ നെഞ്ചെത്തിക്കുന്നുള്ളത് എത്ര വാസ്തവമായിട്ടുള്ള പഴഞ്ചൊല്ല. അമ്മേനെ നെഞ്ചെത്തിക്കുന്നല്ല, സോറി ഞാനൊന്ന് പരിഷ്കരിച്ചതാ. അപ്പൊ ഞങ്ങള് ഒരു ടാറ്റ പോവാണ്, ഒരു ചെറിയൊരു വലിയൊരു ടാറ്റ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു 4 മാസം കൂടുമ്പോൾ ഒരു ടാറ്റ ഉണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റ് ആയി. ഒക്ടോബറിൽ പോകേണ്ട ഒരു യാത്രയായിരുന്നു. ഇപ്പൊ ഇത് ഡിസംബർ ആയിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ട്രിച്ചിയിലോട്ടാണോ പോണേന്ന്. ട്രിച്ചിയിലോട്ടല്ല, അവര് ഇപ്പൊ ഇങ്ങോട്ട് കോയമ്പത്തൂർക്ക് അവർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളും ഹോസ്പിറ്റൽ അതിനേക്കാൾ മുന്നേ ഷിഫ്റ്റ് ചെയ്തു. ഇവര് ഹൈ ഹോസ്പിറ്റൽ അരവിന്ദ് കോയമ്പത്തൂർക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം
എടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയാ ഞാൻ പറഞ്ഞ അപ്പൊ അങ്ങോട്ട് പോവാണ് നമ്മള്. കോയമ്പത്തൂർക്ക് ആയതുകൊണ്ട് ഒരു 4 മണിക്കൂർ മാക്സിമം, 4.5 മണിക്കൂർ മാക്സിമം, അങ്ങനെ അത്രേ ഉള്ളൂ കേട്ടാ. നമ്മള് കൂടെ ഇപ്പൊ വല്യമ്മയും വലിയച്ഛനുണ്ട്. ആദ്യം അമ്മയൊക്കെ വരാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അമ്മക്ക് ചെറിയ വയ്യാണ്ടൊക്കെ ആയിട്ട് അമ്മക്ക് ശരീരം സുഖമില്ല. അപ്പൊ എന്തായാലും അമ്മമ്മനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് പറ്റൂല. അപ്പൊ ഞങ്ങള് എന്തായാലും ഇന്ന് പോയിട്ട് എന്തായാലും മറ്റന്നാള് വൈകിട്ട് ഞങ്ങൾ തിരിക്കും. അത്രേ ഉള്ളൂ ഞങ്ങൾ കയ്യിലുള്ള ഡേയ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയിൽ നാളെ പോയിട്ടൊരു ഹോസ്പിറ്റലിലൊക്കെ കാണിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു യാത്ര പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇന്നത്തെ ഒരു യാത്രയിൽ നിങ്ങളും കൂടി കൂടിക്കോളൂ. അല്ല എനിക്ക് വലിച്ചമ്പ് എടുത്തപ്പോഴാണ് അവർക്കൊരു മരുന്ന് വാങ്ങിക്കണമായിരുന്നു. ഒരു ഡയബറ്റിക് സെന്ററിൽ കയറിയിട്ട് ഒരു ഡോക്ടർ എടുത്തുനിന്ന് മരുന്ന് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഇത് 17 ഒരു സെന്റർ ആട്ടോ. പിന്നെ എന്തായി നമ്മൾ നേരെ യാത്ര പോണ വഴിക്ക് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കുക. കാരണം ഇപ്പം സമയം 10:30 ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നിർത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ജ്യൂസ് കുടിച്ചു. എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടാ. മറ്റേ സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ടാവില്ലേ, അത് നല്ല പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട്, അതും ചോക്ലേറ്റിൻ്റെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഇരുന്ന് കഴിക്കണമെങ്കിൽ ലേസ് എനിക്ക് ചിരി വരാണ്. അത് ഈ ലേസും ഈ ബിസ്ക്കറ്റും ഒക്കെ വലിയ വാങ്ങിച്ചിരുന്നതാണ്, അച്ചാച്ച വാങ്ങിച്ചെടുത്തതാണ്. അപ്പം കയറിയപ്പോൾ തൊട്ട് പറയുന്നതാണ് അച്ചാച്ച ലേഷ്. അതായത് ഇവർക്ക് അറിയാം അപ്പാപ്പനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പാപ്പൻ എന്തായാലും വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്പാപ്പനാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കൺട്രോളിൽ ഒരു 6 പാക്കറ്റ് ലേസും 5-6 കോലുമിഠായും ഹൈഡ് ആൻഡ് സീക്കിനും മറ്റേ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു. ഞാൻ ഒരു കണക്കിന് ഞാൻ ഒളിപ്പിച്ച് വെച്ച് 2 എണ്ണമൊക്കെ കൊടുത്തു. അത് ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ലേഷ്. കാരണം ഇവർക്ക് വേറെ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ അത്യന്തികതീക്ഷിതമായി ആർത്തിപൂർണ്ണമായി വാരി വലിച്ചു തിന്നോളും. ഇപ്പം നമ്മൾ എവിടെ എത്തിയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഐഡിയ ഇല്ല. കുതിരാൻ എത്താറായി എന്നാണ് നീൽ ചേട്ടൻ പറയുന്നത്. ഇതേപോലെ കുറേ ടോളുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരും, നമ്മൾ മുന്നേ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇതേപോലെ ലോങ് യാത്രകൾ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് നിഖിൽ ചേട്ടൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇരുന്ന് സംസാരിക്കാനും അപ്പോൾ ഇരുന്ന് പാട്ടൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇതേ കുതിരാൻ എത്തിയിട്ടുണ്ട്. പിന്നെന്താ എനിക്ക് ഇങ്ങനെ ഈ യാത്ര പോകുമ്പോൾ വെക്കുന്ന പാട്ടുകൾ എനിക്ക് ഭയങ്കര, ഞാൻ പറയുന്ന പാട്ടുകളായിരിക്കും എപ്പോഴും ഞാൻ പറയുന്ന പാട്ടുകളായിരിക്കും വയ്ക്കുക. എന്നാലും പക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ടും നല്ല മലയാളത്തിലത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള പാട്ടുകളാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരു 2 മണി ആയപ്പോൾ നമ്മൾ എവിടെ കയറി, ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറുള്ളൂ വീട്ടിലേക്കെങ്കിലും. ഇവർക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അത് ഇവർ പറയില്ല, എനിക്ക് മനസ്സിലായി. കാരണം കുറച്ചധികം വാശിയൊക്കെ പിടിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. ചേച്ചി നല്ല അവോലിക്കറിയും ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിരുന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നീ ഇതോ മുന്നേ തന്നെ കഴിക്കട്ടെ, ഞാൻ വേണമെങ്കിൽ 2 പിടി വന്നിട്ട് നോക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു, പിന്നെ ഒരു ഫ്രൈഡ് റൈസ് മേടിച്ചു. വലിയശ്ശിന് ഒരു മറ്റേ കേർഡ് റൈസ് മേടിച്ചു. അപ്പോൾ കേർഡ് റൈസ് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി. അതായത് തൈരിൽ ഇവർ കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട്, ഒട്ടും പുളിയൊക്കെ ഇല്ലാണ്ട് വയറിന് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ കേരളം വിട്ടപ്പോൾ നമ്മളെ നാട് കഴിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട്ടിലത്തെ ഒരു സ്റ്റൈൽ അങ്ങോട്ട് വന്നു കേട്ടോ. അമ്പലങ്ങളായാലും വീടായാലും ഇവിടെയുള്ള വീടുകളൊക്കെ ചെറിയ വീട്, അതായത് ചെറിയ വീട് മീൻസ് ഭയങ്കര കുടിൽ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ര അധികം ആർഭാടം കാണിക്കില്ല വീടുകൾക്ക്. ആവശ്യത്തിന്, ഇപ്പം എത്ര വലിയ പണക്കാരായാലും ആവശ്യത്തിന്. ഞാൻ കണ്ടൊരു ഏരിയത്തെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. അല്ല നമ്മളിവിടെ ഇങ്ങനെ ബംഗ്ലാവൊക്കെ പോലെ വലിയ ഇതൊക്കെ അതൊന്നുമില്ല. അവിടെ ഒരു സ്ക്വയർ ടൈപ്പ് വീടുകളായിരിക്കും എല്ലാവർക്കും. ആവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. പിന്നെ കുറേ ഫ്രൂട്ട്സ്, പിന്നെ ഇങ്ങനെ കരിക്കൊക്കെ ആയിട്ട് സൈഡിലായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വിൽക്കാം ഫ്രഷ് ആയിട്ടുള്ള സാധനം. പിന്നെ ഒരു ചന്ത കണ്ടു ഞാൻ. അതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ട്സ്, ഉണക്കമീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മാത്രമായിട്ട് ഒരു ചന്ത. അതിന് ഒരു ഹാള് പോലെ അതിൻ്റെ ഉള്ളിൽ കുറേ പേരിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് പോയി മേടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക്. ചേച്ചിക്ക് ഫ്ലാറ്റാണ്. ഇവരോട് ഇറക്കിക്കൊണ്ട് ഞാൻ കുറച്ചായിട്ട് വീട്ടിലേക്ക് എടുത്താൽ പോലെ. ഞങ്ങൾ ഇതിലാവുന്നത് ഇറങ്ങിക്കോളൂ. ഞങ്ങളങ്ങനെ ആരെക്കൂടെ പോവാത്തതാണ്. വണ്ടിയിടാൻ പറ്റുന്ന സ്ഥലം നോക്കി ഉമ്മ
നമ്മളപ്പോൾ ആദ്യം വരെ നീനു ചേച്ചിയുടെ വീട്ടിലായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ നീതുവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത്. ചേച്ചിയൊക്കെ ദുബായിലാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഇപ്പോൾ ഇവിടെ കോയമ്പത്തൂർ സ്റ്റേ ആട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അബി വന്നിട്ടില്ല, അബി സ്കൂളിൽ പോയിരിക്കുകയാണ്, ചേച്ചിയുടെ മോനാണ്. അപ്പം ഞാൻ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. നല്ലൊരു ഫ്ലാറ്റ്, ഒരു ചെറിയൊരു ഹാളും 2 മുറിയും പിന്നെ ഒരു കിച്ചണും ഒക്കെ ആയിട്ട് ചെറിയൊരു ബാൽക്കണി ആ ഭാഗത്തുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നീനു ചേച്ചിയുടെ അവിടെയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരിക്കും. ബാൽക്കണി കുറച്ചും കൂടി വലുതായിരിക്കും, ആൾക്കാർ റോട്ടും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കിച്ചൺ ഈ പറഞ്ഞ പോലെ വലുതാട്ടോ. അപ്പോൾ അതായത് നീ എന്നോട് പറഞ്ഞത് കിച്ചൺ വലുതാടി, അതുകൊണ്ട് തന്നെ ഒരു സമാധാനം. നമുക്ക് നിന്നിങ്ങനെ പെരുമാറാനായിട്ട് കുറച്ച് വലിയൊരു കിച്ചൺ ആകുമ്പോൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിരിക്കും, അതൊരു സുഖമാണല്ലോ ഗായസ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവർക്ക് നീതു സർപ്രൈസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലായിട്ട് കുഞ്ഞു കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളും ഈ പറഞ്ഞ പോലെ ഫുൾ ഓൺലൈൻ തിങ്സ് ആണ്, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കർട്ടനൊക്കെ ഓൺലൈനിലായിട്ടോ. നല്ല ഏരിയയാണ്, കുഴപ്പമില്ല കണ്ടിട്ട്. കമ്പാരിസൺ തുടങ്ങിയത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയില്ല. ഓപ്പൺ ചെയ്തോളൂ. ഇവർക്കാണെങ്കിൽ ദുതിയുടെ വീട്ടിലേക്ക് വരേണ്ട ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് വാടാനപ്പുള്ളിയിൽ വീടുണ്ട് നാട്ടിൽ. അപ്പം അങ്ങോട്ട് പോകാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ദൂതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതപ്പോൾ തന്നെ നീനു ചേച്ചിയുടെ ഉണ്ണിയുണ്ട്, കൺമണി. ഞങ്ങൾ കൺമണി എന്ന് വിളിക്കുക, അവളുടെ ശരിക്കും പേര് നിവാനിയ എന്നാണ്. അവളെ കാണാനും ഇവർക്ക് ഭയങ്കര ഇഷ്ടം. ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ദൂതിയുടെ വീട്ടിൽ പോവുക, ഉണ്ണീനെ കാണാൻ പോവുക, ഇതൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അബി വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അവനെ സർപ്രൈസ് ആക്കാൻ വെച്ചിട്ട് ചുമ്മാ നിന്നതാ. പക്ഷെ അവനറിയാലോ ഞങ്ങൾ വരുന്നത്. അവൻ ഞങ്ങളെ സർപ്രൈസ് ആയി കഴിഞ്ഞ് വലിച്ചിട്ട് അങ്ങനെ എന്താ അവനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. അവനെനിക്ക് എപ്പോഴും കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. കാരണം അല്ലുവിൻ്റെ ഒക്കെ പ്രായത്തിൽ കണ്ട് കിട്ടി വളർത്തി തുടങ്ങിയ കുട്ടിയാണ് ഇപ്പോൾ എന്നേക്കാളും വലുതായി നിൽക്കുന്നത്. പിന്നെ അവൻ്റെ ഓരോ ടൈം ചെല്ലുമ്പോഴും അവൻ്റെ ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അവന് നല്ല മുടിയുണ്ട്. അപ്പോൾ അവൻ ഓരോ പ്രാവശ്യം ഓരോ ഹെയർ സ്റ്റൈലാക്കി പിന്നെ ടീച്ചർമാർ പറയുമ്പോൾ വെട്ടും. അപ്പോൾ അതൊക്കെ ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. ഇനി ഇപ്പം നമ്മൾ നേരെ നീഞ്ചേച്ചി വീട്ടിൽ പോകാൻ പോകുന്നു. ഇവിടെ ഒരു 5 മിനിറ്റേ ഉള്ളൂ. എന്തോ 2, 3, 4, 5 വളവും തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വീട്ടിലെത്തി. അത് വെളിച്ചം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര അടുത്തായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ശരിക്കും ഇവിടുന്ന് ലെഫ്റ്റ് പോയി റൈറ്റ് പോയി എത്തിയപ്പോഴേക്കും ചേച്ചിയുടെ വീട്ടിലെത്തി. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഉണ്ണിക്ക് പാപ്പ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ആട്ടോ കണ്ട. പുറത്തത് അങ്ങനെ ഒരു ബാൽക്കണിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഇവർ ആദ്യമേ തൊട്ട് ഡിസംബർ 1 തൊട്ട് തന്നെ ഇവർ റെഡിയാക്കി. ഡിസംബർ 1 തൊട്ട് തന്നെ ഇവർ ഉണ്ണിയേശുവിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേട്ടൻ കളിയാക്കി ആയിരിക്കും, ഉണ്ണിയേശുവിനെ ഡിസംബർ 1 തന്നെ വെക്കുന്നൊരു കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം എന്താ, അപ്പം ഞാൻ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു ചേച്ചിക്ക്. പിന്നെന്താ, ഇനി ചേട്ടൻ വരാനായിട്ടൊരു 7-7:30 ആയിരിക്കും. അതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഉണ്ണീനെ കാണട്ടെ. ഉണ്ണി അവിടെ ഇരുന്ന് പാപ്പ് തിന്നാണ്. അവൾക്ക് ഞങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊന്നും പോരുമില്ല. ഭയങ്കരമായിട്ട് വാശി പിടിക്കും വേറൊരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം നീനു ചേച്ചി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളൊക്കെ അറിയാടി, അതിന് ഇങ്ങനെ എടുത്തപ്പോഴേക്കും പോകുന്നു മിണ്ടാതിരിക്കണേ, ഭയങ്കര നാണത്തോടു കൂടി ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി ഇവിടെ ഇന്ന് കുറച്ച് നേരം നമുക്ക് ലാത്തി അടിക്കാം, ചായയൊക്കെ കുടിക്കാം. അങ്ങനെയാണല്ലോ. അപ്പം നീതുവിനാണെങ്കിൽ ഇവർ 2 പേര് ഇങ്ങനെ മടിയിൽ വെച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഇവരാണെങ്കിൽ അതിൽ നിന്ന് കൊടുക്കട്ടെ, നമ്മുടെ പിള്ളേരല്ല, പേട്ട പിള്ളേർ. ഇവർക്ക് ഇതേപോലത്തെ മറ്റേ റൊമാൻസ് ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പം നീതു പറയും എൻ്റെ എന്താണ് ജന്മം ധന്യമായെന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ എന്താ ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി തിരിച്ച് നീതു ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെ പോവാം എന്നുള്ളൊരു പരിപാടിയാണ്. ഇന്നത്തെ നൈറ്റ് അവിടെയാണ്. അപ്പം ഞാൻ ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് കൊടുത്തു. അവൾക്ക് കറക്റ്റ് പാകട്ടെ. എപ്പോൾ ഡ്രസ്സ് മേടിച്ചാലും അവൾക്ക് കറക്റ്റ് പാകമായിരിക്കും, ഒട്ടും വലുതായിരിക്കില്ല. ശരിക്കും പ്രാവശ്യം ഞങ്ങൾ അധികം ദിവസം ഇല്ല കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5 days ഉണ്ടാവും. 5ാമത്തെ ദിവസം ഞങ്ങൾ തിരിക്കുള്ളൂ. ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ അവിടെ പിള്ളേർക്കായാലും സ്കൂളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നീതു ചേച്ചി ഇപ്പോൾ അടുത്തിടെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരും. അവർക്കൂടെ നാട്ടിൽ വീടുള്ളതുകൊണ്ട് തന്നെ അവർ തിരിച്ച് വരും. അങ്ങനെയൊക്കെ ആയിട്ട് പ്ലാനൊന്ന് പൊളിഞ്ഞു. പക്ഷെ കഴിഞ്ഞ വീക്കായിരുന്നു ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം കിട്ടിയേനെ. പക്ഷെ അന്ന് ആ സമയത്ത് ഉണ്ണികൾക്ക് വയ്യാണ്ടായപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അത് വേണ്ടാന്ന് വിചാരിച്ചു. എന്തായാലും പിന്നെ പോവാതിരിക്കാനും നിവർത്തിയില്ല, അല്ലെങ്കിൽ ലേറ്റ് ആകില്ലേ കാണിക്കേണ്ട സമയം. അങ്ങനെ കുറച്ച് നേരം ഇന്ന് രാത്രി അടിച്ചു. അപ്പോഴേക്കും ചേട്ടൻ വന്ന് ഓഫീസിലേക്ക് ഒരു 7-7:30 ആയപ്പോൾ ചേട്ടൻ വന്നു. ക്രിസ്മസ് ഒക്കെ ഇവിടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ചേച്ചി എപ്പോഴും അങ്ങനെയാണ്. ക്രിസ്മസ് ഡിസംബർ ആകുമ്പോൾ തന്നെ സ്റ്റാർ ഇട്ട് ഇവിടെയുള്ള പുൽക്കൂട് ഒരുക്കി മറ്റേ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റാക്കി
എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ചേട്ടനെയും കൂട്ടിയിട്ട് നമുക്ക് നേരെ നീതു ചേച്ചിയുടെ വീട്ടിൽ പോകും. അവിടെ നിന്നാണ് ഇന്നത്തെ ഡിന്നർ ഉള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചേട്ടാ ബൈ, സീ യു.